ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ട്വിങ്കിൾ ഡയറീസ്. അപ്പം ഞാനിന്ന് ഒരു ഈവനിങ് മിനി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാണ്. ശരിക്കും ഞാൻ നടക്കാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു വ്ളോഗ് എടുക്കുന്നത്. അപ്പം അത് കാരണം അതിൻ്റേതായിട്ടുള്ള ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ പോരാത്തതിന് എൻ്റെ അനിയത്തിയാണ് എടുക്കുന്നത്. അവൾ ക്യാമറ എന്തൊക്കെ കാണിക്കുന്നുണ്ടെന്ന് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് എനിക്ക്. അപ്പോൾ ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അവൾ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് പറമ്പിൽ നിന്ന് കിട്ടിയ ഫ്ലവറാണ്. ഈ സൺഫ്ലവർ പോലത്തെ. ഇതിന് വിഷം ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ എങ്കിലും ഞാൻ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. ഇതെൻ്റെ അനിയത്തി ചുമ്മാ ഒരു എല്ലാം എടുത്തിങ്ങനെ വെച്ചതാണ്. പിന്നെ ഇത് ഞാൻ വിചാരിച്ചു എൻ്റെ തലയിലോട്ട് ഇത് വെച്ച് നോക്കാമെന്ന്. ചുമ്മാ എൻ്റെ അനിയത്തിയുടെ കയ്യിൽ ക്ലിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ അത് കണ്ടതിനൊന്നിൽ തലയിലോട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ച് വെച്ചത്. കുഴപ്പമില്ല. ശരിയായോ എന്ന് ചോദിച്ചാൽ സ്റ്റെമ്പ് മാത്രം ഇച്ചിരി പൊങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നി. പക്ഷെ കുഴപ്പമില്ല. അകലിൽ നിന്ന് കാണുമ്പം നന്നായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ വെച്ചിട്ട് ഞാൻ ചുമ്മാ നടന്നു നോക്കിയതാണ്. ഇതൊക്കെ എൻ്റെ അനിയത്തിയുടെ ക്രിയേറ്റിവിറ്റിയാണ്. എൻ്റെ പൊന്ന്, വളച്ചും തിരിച്ചും മറച്ചും ഒക്കെ. പിന്നെ ഫ്രണ്ട്സ്, ഇതൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിരുന്നു. അത് ഞാൻ സത്യമായിട്ടും ആദ്യമേ എടുത്തപ്പോഴത്തേനും അത് ശരിയായി. പിന്നെ എൻ്റെ അനിയത്തിയുടെ കൈ തട്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നെസ് കൂടിപ്പോയി. വീഡിയോയുടെ ബ്രൈറ്റ്നെസ് കൂടിയിട്ട് ഇങ്ങനെ ഒരു ബ്ലം ബ്ലം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ശരിയാണ്, അത് നല്ല രസത്തിൽ വന്നതായിരുന്നു. പിന്നെ ഈ സണ്ണൊക്കെ സെറ്റായി പോയി. അത് ഇങ്ങനെ താന്നു പോയി. അപ്പോഴാണ് ഇതൊന്ന് എടുത്തത്. അത് ഓക്കെ. അതിൻ്റെ അനിയത്തി എടുത്ത് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, അങ്ങനെ കാണിച്ച് കളഞ്ഞതിന് എന്ന് പറഞ്ഞുകൊണ്ട്. ഞാനിപ്പം പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഡേ ആണിന്ന്. ഇത് പ്രൊഡക്റ്റീവ് ഒന്നല്ല. ചെടിക്ക് വെള്ളം ഒഴിക്കണം. അതൊന്നും ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചു. നോട്ട് സ്ക്രിപ്റ്റഡ്. അത് ശരിക്കും ഞാൻ വെള്ളം ഒഴിച്ചതാണ്. എനിക്ക് വെള്ളം ഒഴിക്കണമെന്ന് തോന്നി ചുമ്മാ വെള്ളം ഒഴിച്ചതാണ്. കരിഞ്ഞൊക്കെ നടത്തിനാന്ന് വെള്ളം ഒഴിച്ചേക്കാല്ലേ എന്ന് കരുതി വെള്ളം ഒഴിച്ചതാണ്. വെള്ളം ഒഴിക്കാൻ വേണ്ടി ഞങ്ങൾ നാട്ടിലായിരുന്നു. അപ്പോൾ അവസാനമുണ്ട് ഞങ്ങൾ എല്ലാവരും ഒഴിക്കുന്നുണ്ട്. ഞാൻ വെള്ളം ഒഴിക്കുമ്പം ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പം ചേച്ചി ഞാൻ വെള്ളം ഒഴിക്കാം ഞാൻ വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞ് കുറേ നേരം ഇരുന്ന് പറഞ്ഞു. കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത്രയെങ്കിലും വീഡിയോ എടുത്ത് കിട്ടിയത്. അങ്ങനെയാണെന്ന് പറയാൻ. പിന്നെ എൻ്റെ അനിയത്തിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. അവൾ ഏകദേശം തട്ടിക്കൂട്ടിയൊക്കെ വീഡിയോ എടുത്തതാണ്. ശരിയാവാൻ സാധ്യത കുറവാണ്. പിന്നെ എൻ്റെ ഫോണിൽ അത്ര വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, എങ്കിലും അത്യാവശ്യത്തിനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു ചെടി കഴിഞ്ഞിട്ട് അടുത്ത ചെടിയിൽ ഞാൻ ഒഴിക്കുമെന്ന് വിചാരിച്ചു. എൻ്റെ അനിയത്തി ഇതിങ്ങനെ കൊണ്ടുപോയതാണ്. പക്ഷെ ഞാൻ അന്നേരം അവൾ വഴക്കുണ്ട്. ഞാൻ അവിടെ ഒന്നും ഒഴിക്കുന്നില്ല, ഇവിടെ മാത്രം ഒഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഒരു വഴക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. ഇടയ്ക്ക് അവളുടെ കൈയൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വഴക്കുണ്ടായി കേട്ടോ. ചെടിക്ക് വെള്ളം ഒഴിക്കുന്നിടത്തെല്ലാം വഴക്കായിരുന്നു. ഇതെൻ്റെ അനിയത്തി ഒഴിക്കുന്നതാണ്. അവൾ കുറേ നേരം ഞാൻ ഒഴിക്കാൻ തുടങ്ങി. പിന്നെ വീഡിയോ എടുത്ത് വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാനിത് സമ്മതിച്ചു. ഇതിന് വീഡിയോ എടുക്കാൻ, ഇതിന് വെള്ളം ഒഴിക്കാൻ. ഇതെൻ്റെ കുഞ്ഞിനിക്ക് വെള്ളം ഒഴിക്കുന്നതാണ്. ഇതാ വൈകുന്നേരം ഞാൻ പാൽ കുടിക്കുന്നു. പിന്നെ ഇതാ വെട്ടി കേക്ക് ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജേർണലിങ് വീഡിയോ കണ്ടുകൊണ്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു മോഹം. ഞാനിത് ഇടയ്ക്ക് കാണാറുണ്ട്. കണ്ടുകൊണ്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിച്ചു.
ദെൻ ചോറ്. ഇത് ദാരിദ്ര്യമാണെന്ന് ആരും വിചാരിക്കരുത്. ചോറിന് കറി ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് കൂട്ടാത്തതാണ്. ഇതാണ് കുളിച്ചതിൻ്റെ ക്ലിപ്പ് മിസ്സായിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. കുളിച്ചതിൻ്റെ അല്ല, കുളിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ തോർത്തൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നൊരു ക്ലിപ്പ്, അത് മിസ്സായിപ്പോയി. അപ്പോൾ ഇതാണ് ഞാൻ കുളിച്ചിട്ട് വന്നതാണ്. ഞാൻ കിടക്കാൻ വേണ്ടി ബെഡൊക്കെ സെറ്റ് ചെയ്യുകയാണ്. എൻ്റെ ഇടയ്ക്ക് പ്രെയറൊക്കെ കഴിഞ്ഞായിരുന്നു. ജേർണലിങ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. അതാ എൻ്റെ അനിയത്തി ഇത് അവൾ നന്നായിട്ട് എടുത്ത് തന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് അവൾ എടുത്തത്. എൻ്റെ ഇടയ്ക്ക് ഒത്തിരി മിസ്റ്റേക്സൊക്കെ വന്നിട്ടുണ്ട്, അല്ല. ഈ വീഡിയോ ഒക്കെ അവൾക്ക് പനി പിടിച്ചിരിക്കുമ്പോഴാണ് അവൾ എനിക്ക് വേണ്ടി എടുത്തു തരുന്നത്. അതിനേതായാലും ഒരു താങ്ക്സ് പറയണം, പറയാതിരുന്നാൽ മോശമാണ്. എനിക്ക് അവൾ പനി പിടിച്ചിട്ട് ഞാനെടുത്തിപ്പോൾ തരുമെന്ന് ഒത്തിരി പ്രാവശ്യം പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചെടുപ്പിച്ചതാണ്. ഞാനത് അറ്റത്താണ് കിടക്കുന്നത്. അതെൻ്റെ ബെഡാണ്, എൻ്റെ തന്നെയല്ല, ഞാനും എൻ്റെ അപ്പായും കിടക്കുന്നതാണ്. ഞാനാണ് അതിൻ്റെ അറ്റത്ത് കിടക്കുന്നത്. അത് തന്നെയാണ് അവിടെ കൂടുതൽ തലമണ്ണ പില്ലോസ്. ഒത്തിരി തലമണ്ണയുണ്ട്. ഇതിലും ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് അതെല്ലാം എടുത്ത് മാറ്റിയതാണ്. എൻ്റെ അനിയത്തി വേറെ ഈ ബെഡിലാണ്. അപ്പം അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ കുറേ തലമണ്ണ എടുത്തുകൊണ്ട് പോയതാണ്. അല്ലെങ്കിൽ ഒത്തിരി പില്ലോസ് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, പില്ലോസ് കാരണം കിടക്കാൻ സ്ഥലമില്ലായിരുന്നു. സെറ്റായി. ബെഡ്ഷീറ്റൊന്നും വിരിക്കുന്നില്ല. പിന്നെ ബെഡ്ഷീറ്റുള്ള പുതപ്പ്, ഫാനൊക്കെ ഇട്ടു, ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. 2 ലൈറ്റുണ്ട്. ഞാൻ അവിടെ കിടക്കുന്നിടത്താണ്, അവിടെ ബെഡിൻ്റെ സൈഡിലാണ് ഒരു ലൈറ്റ്. ഞാൻ കിടക്കുകയാണ്. ഇതെൻ്റെ ഫേവറേറ്റ് പുതപ്പാണ്. ഇതാ ഞാൻ പ്രയറൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പുതപ്പ്. പ്രയറൊക്കെ കഴിഞ്ഞ് നമുക്ക് ലൈറ്റ് ഓഫാക്കി കിടക്കാൻ പോവാണ്. ഇടയ്ക്ക് അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.